22 വയസ്സുള്ള മുട്ടേന്ന് വിരിയാത്ത ചെറുക്കൻ. അവന്റെ പേരാണ് ആൽവിൻ. ഒരുപാട് പെൺപിള്ളേരെയൊക്കെ വളച്ചുകൊണ്ട് നടക്കും, പിന്നെ അതങ്ങ് തഴയും. ജോലിയും കൂലിയും ഒന്നുമില്ലാതെ വീട്ടിലിരിക്കുന്ന ഇവന് ഇത് തന്നെയാണ് പണി. ഈ പെൺപിള്ളേരെയൊക്കെ വളയ്ക്കുന്നത് കൂടുതലും ഫേസ്ബുക്ക് വഴിയാണ്. പിന്നെ നേരിട്ട് പോയി കാണും. കണ്ടുമുട്ടുന്ന പെൺകുട്ടികളോടൊക്കെ എന്റെ വീട്ടില് കാറുണ്ട്, എന്റെ വീട്ടില് വലിയ വലിയ സൗകര്യങ്ങളൊക്കെ ഉണ്ട്, കുറെ ബംഗ്ലാവുകളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിച്ചാണ് ഇവൻ വലയിലാക്കുന്നത്. അങ്ങനെ ഇവന്റെ ഒരുപാട് എണ്ണത്തിൽ ഒരു പെൺകുട്ടിയാണ് ഇപ്പൊ കണ്ടുമുട്ടിയ ഈ പെൺകുട്ടി. മറ്റുള്ള ലൈന് പോലെയല്ല, ഇത് ഇവന്റെ അസ്ഥയിൽ പിടിക്കുകയാണ്. അതിന് കാരണവുമുണ്ട്. ഈ പെൺകുട്ടി കോഴിക്കോടുള്ള ഒരു വലിയ പണക്കാരന്റെ മോളാണ്. എഞ്ചിനീയറിംഗിനും പഠിക്കുന്നു. പണവും വിദ്യാഭ്യാസവും കാണാൻ നല്ല ചന്തവും ഒക്കെ കൂടെ ആയപ്പോ ഇവന് എന്തായാലും ഇത് വിടാൻ തോന്നുന്നില്ല. ഇതുപോലൊരു ഭാഗ്യം ഇവന് കിട്ടില്ലെന്ന് ഇവന് തന്നെ അറിയാം. നിങ്ങൾ വിചാരിക്കും പോലെ അല്ല ഇവനൊരു സംഭവമാണ് കേട്ടോ. ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഞെട്ടിക്കും. ബെന്നിക്ക് 3 മക്കളാണ്. മൂത്തവനാണ് ഈ ആൽവിൻ, രണ്ടാമത്തവൻ ബിബിൻ. ആ പയ്യൻ അച്ചമ്പട്ടം പഠിക്കാൻ പോയിരിക്കുകയാണ്. അവനൊരു പാവവും. പിന്നെ ഉള്ളത് ഏറ്റവും ഇളയ മകളായ 16 വയസ്സുള്ള പെൺകുട്ടി ആൻമേരി. ഈ വീട്ടിൽ ഇപ്പൊ താമസിക്കുന്നത് ബെന്നിയും ഭാര്യ ബെസ്സിയും ഈ 2 മക്കളുമാണ്. ബെന്നി നല്ല ഒന്നാന്തരം കർഷകനാണ്. 5 ഏക്കർ പുരയിടത്തിൽ കൃഷി ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഒരു പന്നി ഫാമും ഉണ്ട്. ഏത് നേരവും ഇയാൾ ജോലി ചെയ്തുകൊണ്ടിരിക്കും. അത്രയ്ക്ക് കഠിനാധ്വാനിയാണ്. ഈ അച്ഛന്റെ സ്വഭാവത്തിന് നേരെ വിപരീതമാണ് ആൽവിൻ. അവൻ ചുമ്മാ ഇരുന്നാലും അച്ഛനൊന്ന് സഹായിക്കാൻ പോലും മനസ്സിലാക്കില്ല. ഏത് നേരവും മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കും. ബെന്നിക്ക് ഇവൻ ഇതിലെ സദാസമയം എന്ത് ചെയ്യുന്നുവെന്ന് ഒരു പിടിയില്ല. വല്ല വിധേനയും IT വരെ ഇവന് പഠിപ്പിച്ചു. പഠിത്തത്തിലൊന്നും ഈ ചെറുക്കനെ ഒരു സംഭവിച്ചില്ല. ഫോണിൽ തോണ്ടുന്നത് കഴിഞ്ഞാല് പിന്നെ ഇവൻ കണ്ണാടിയുടെ മുൻപിലാണ്. വലിയ സൗന്ദര്യപ്രിയനാണ്. കണ്ണാടി നോക്കുമ്പോ ഇവന് ദേഷ്യവും സങ്കടവും ഒക്കെ വരും. സൗന്ദര്യം കുറഞ്ഞു പോയെന്ന് ഒരു നിരാശ. ഒരു ദിവസം അച്ഛൻ പറഞ്ഞു, എടാ നീ കണ്ണാടി നോക്കി നിൽക്കാതെ വന്ന് എന്തെങ്കിലും എന്നെ ഒന്ന് സഹായിക്കും. എടുത്തടിച്ച പോലെ ഈ ചെറുക്കന്റെ മറുപടി, എന്തോ സഹായിക്കാനാ, നേരെ ചിലപ്പോ സൗന്ദര്യം പോലും ഇല്ലാതെ ഉണ്ടാക്കി വെച്ചിരിക്കല്ലേ നിങ്ങൾ എന്നെ. പിന്നെ ബെന്നി അങ്ങ് വാ അടച്ചു. ഇതൊന്നും പോരാത്തതിന് ഇവൻ കഞ്ചാവ് വലിക്കുന്നതായി ബെന്നിക്ക് അറിവ് കിട്ടി. ഇവനെ വഴക്ക് പറഞ്ഞ് നന്നാക്കാൻ നോക്കിയെങ്കിലും ഒരു രക്ഷയുമില്ല. വാ തുറന്ന ചെറുക്കൻ തർക്കുത്തരമേ പറയും. ഇവനുമായി വഴക്കിട്ട് മടുത്ത് എങ്ങനെയെങ്കിലും തുലഞ്ഞു പോട്ടെന്ന് ബെന്നി ഇവനെ അങ്ങ് വിട്ടേക്കുവാണ്. അങ്ങനെ നാളുകൾ കടന്നുപോയി. ഇതിന്റെയൊക്കെ ഇടയ്ക്കാണ് കോഴിക്കോടുള്ള പണക്കാരന്റെ മോളുമായി ഇവൻ സെറ്റ് ആകുന്നത്. ഒരു ദിവസം കാമുകി ഇവനൊരു പണി കൊടുക്കുകയാണ്. അവള് ചോദിച്ചു, എടാ നിനക്ക് എന്നെ വേണോ, നിനക്ക് എന്നെ കെട്ടണോ? എന്നെ വേണമെങ്കിലും നീ ഒരു പണക്കാരനാവണം, അത് എന്റെ അച്ഛന്റെ മുന്നിൽ തെളിയിക്കുകയും വേണം. ഇവൻ ഇത് കേട്ടൊന്നും കുടുങ്ങിയില്ല. വളരെ നിസ്സാരമായിട്ട് പറയുകയാണ്, ഓ അതിപ്പോ വലിയ കാര്യമാണ്, ഞാൻ ഓൾറെഡി പണക്കാരനാണല്ലോ, പിന്നെന്താ, ഞാൻ നിന്റെ അച്ഛന്റെ മുന്നിൽ വന്ന് ബോധ്യപ്പെടുത്തിയാ പോരെ. ശരിക്കും ഇവന്റെ കയ്യിൽ ഒരു കുന്തോ ഇല്ലെന്ന് ആ പെണ്ണിനെ അറിയില്ലല്ലോ. ഇതിനുശേഷം ഇവ ഇരുന്ന് ചിന്തിക്കുകയാണ്, എങ്ങനെ പണം ഉണ്ടാക്കാൻ പറ്റും. വെല്ലുവിളിയൊക്കെ ഏറ്റെടുത്തും പോയി. എങ്ങനെ പെട്ടെന്ന് പണം ഉണ്ടാക്കാം. ഇവന്റെ തല ഇരുന്ന് പുകയുകയാണ്. ഇതിനിടയ്ക്ക് ആൽവിന് കോട്ടയത്തൊരു ബേക്കറിയിൽ ചെറിയൊരു ജോലി കിട്ടുന്നു. ഈ ജോലി കൊണ്ടൊന്നും കാമുകിയെ സ്വന്തമാക്കാൻ പറ്റില്ല. പിന്നീട് ഇവൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി എങ്ങനെ പെട്ടെന്ന് പണം സമ്പാദിക്കാം. പല ഗെയിമുകളും കളിച്ച് പണം ഉണ്ടാക്കാനൊക്കെ ഇവ ശ്രമിക്കുന്നു. ഒന്നും ഫലം കാണുന്നില്ല. അപ്പോഴാണ് യൂട്യൂബ് ചാനൽ വഴി പെട്ടെന്ന് പണം കൊയ്യാമെന്ന് ഇവൻ ചിന്തിക്കുന്നത്. ഇവൻ ഒരു യൂട്യൂബ് ചാനൽ അങ്ങനെ അങ്ങ് തുടങ്ങുകയാണ്, പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ വേണ്ടി. അതൊരു കുക്കിംഗ് ചാനലായിട്ടാണ് ഇവ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഇവ 5 മിനിറ്റിൽ എങ്ങനെ പെട്ടെന്ന് സ്വാദിഷ്ടമായ ഐസ്ക്രീം ഉണ്ടാക്കാം എന്ന് കാണിക്കുകയാണ്. ചുമ്മാതെ ചൊറിയും കുത്തിയിരുന്ന മകൻ എന്തെങ്കിലുമൊക്കെ ശ്രമിക്കുന്നത് കാണാനായിട്ട് അച്ഛനും അമ്മയും സഹോദരിയും ഒക്കെ വന്ന് നിൽക്കുകയാണ്. അങ്ങനെ ഇവ ഐസ്ക്രീം ഒക്കെ ഉണ്ടാക്കി വീട്ടുകാർക്കൊക്കെ കൊടുക്കുകയാണ്. സംഭവം കലക്കി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, പ്രത്യേകിച്ച് ആൻമേരിക്ക്. അവളാണ് അത് ഏറ്റവും കൂടുതൽ കഴിച്ചത്. മാത്രവുമല്ല അടുത്ത വീട്ടിലെ കൂട്ടുകാരികളോടൊക്കെ തുള്ളി ചാടി ചെന്ന് പറയുകയാണ് ചേട്ടൻ ഐസ്ക്രീം ഉണ്ടാക്കി തന്നതിനെയൊക്കെ പറ്റി. ബാക്കി വന്ന ഐസ്ക്രീം പിറ്റേ ദിവസം കൂടി ഇവര് മുഴുവനും, ഈ കുടുംബക്കാർ മുഴുവൻ ഇത് കഴിച്ചു തീർക്കുകയാണ്. 3 ദിവസം കഴിഞ്ഞു. ആൻമേരിക്ക് വയറിനൊരു അസ്വസ്ഥത, ശരീരം ഒക്കെ വേദന. കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ കുട്ടി ബോധം കെട്ട് നിലത്ത് വീഴുകയാണ്. എല്ലാവരും കൂടി കൊച്ചിനെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി. ആശുപത്രിയിൽ ചെന്ന ഉടനെ ഡോക്ടർമാര് ആൻമേരിയെ പരിശോധിച്ചു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു, ഇത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണമാണ്.
ഇത് നമുക്ക് മരുന്നിലൂടെ പെട്ടെന്ന് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവർക്കും സമാധാനമായി. ഓ, ഇത്രയും ഉണ്ടായിരുന്നോ? 2 ദിവസം കഴിഞ്ഞു. ആ ഞെട്ടിക്കുന്ന വാർത്ത വരികയാണ്. ആൻമേരി മരിച്ചു. നാട്ടുകാരൊക്കെ ഞെട്ടി. ഒരു കുഴപ്പമില്ലാതെ ഓടിക്കൊണ്ടു കിടന്ന കൊച്ചല്ലേ പെട്ടെന്ന് മരിച്ചു എന്ന്. ശരിക്കും ഡോക്ടർമാര് പോലും ഞെട്ടിപ്പോവുകയാണ്. കാരണം മഞ്ഞപ്പിത്തമൊക്കെ ബാധിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു പെട്ടെന്ന് അങ്ങനെ ഒരു ആ കുട്ടി മരിക്കാനൊന്നും സാധ്യതയില്ല. അത്രയ്ക്ക് സീരിയസുമല്ലായിരുന്നു. അങ്ങനെ ആൻമേരിയുടെ ശരീരം പരിശോധനകൾക്ക് വിധേയമാക്കി. അപ്പോഴാണ് ഡോക്ടർമാര് അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു പോയത്. ആൻമേരിയുടെ ശരീരത്തിൽ എലിവിഷം പോലെയുള്ള ഒരു വിഷം കലർന്നിരിക്കുന്നു. അധികം താമസിയാതെ തന്നെ ബെന്നിയും ബോധം കെട്ട് നിരത്തി വീഴുകയാണ്. ബെന്നിയുടെ ശരീരത്തിലും ഈ വിഷം കലർന്നിരിക്കുന്നു. ബെന്നി ആശുപത്രിയിൽ അതിന്റെ തൊട്ടു പിന്നാലെ ആൽബിനെയും അമ്മയെയും ഇതേ വിഷം ഉള്ളിച്ചെന്ന രീതിയിൽ ആശുപത്രിയിലോട്ട് കൊണ്ടുവരികയാണ്. ആ വീട്ടിലെ എല്ലാവരുടെ ശരീരത്തിൽ വിഷം. ഇതെങ്ങനെ സംഭവിച്ചു? നാട്ടുകാർക്കും പോലീസിനും ഡോക്ടർമാർക്കും ഒക്കെ ഉള്ളിൽ ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ: ഇവരുടെ ശരീരത്തിൽ എങ്ങനെ വിഷം ചെന്നു? അവസാനം ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടുകയാണ്. ഇവർ കഴിച്ച ഐസ്ക്രീമിലാണ് വിഷം ഉണ്ടായിരുന്നത്. അപ്പൊ അടുത്ത ചോദ്യമായി, ആരാണ് ഈ കുടുംബത്തിന് ഐസ്ക്രീമിൽ വിഷം കൊടുത്തത്? നേരെ പോലീസ് ഐസ്ക്രീം ഉണ്ടാക്കാൻ ഐസ്ക്രീം കിറ്റ് വാങ്ങിയ കടയിലേക്ക് ചെല്ലുകയാണ്. കടക്കാരന് ചോദ്യം ചെയ്യുകയാണ്. കടക്കാരൻ കാല് പിടിച്ചു പറഞ്ഞു, സാറേ, എനിക്കൊന്നും അറിയില്ല. ഇവിടുന്ന് വാങ്ങിക്കൊണ്ടു പോയി, അത്ര തന്നെ. ഇത് വാങ്ങിക്കൊണ്ടു പോയവർക്ക് ആർക്കും ഒരു കുഴപ്പവും ഇതുവരെ പറ്റിയിട്ടുമില്ല. അപ്പൊ പോലീസിന് മനസ്സിലായി കടക്കാരന് ഇതിൽ വലിയ പങ്കൊന്നുമില്ല, മറിച്ച് വേറെ എന്തോ ആണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത്. ഇതൊരു സാധാരണ മരണമല്ല, കൊലപാതകം തന്നെയാണ്. ആരോ ഇവരെ കൊല്ലാൻ വേണ്ടി മനഃപൂർവ്വം ഇങ്ങനെ ചെയ്തതാണ്. പോലീസ് പലതും കൂട്ടി വായിക്കാൻ തുടങ്ങി. ആദ്യ സംശയം നീളുന്നത് ആൽബിനിലും അമ്മ ബെസിയിലോട്ടുമാണ്. കാരണം ബെന്നി നന്നായിട്ട് ഐസ്ക്രീം കഴിച്ചിരുന്നു. അയാൾക്ക് കുറച്ച് ഗുരുതര പ്രശ്നങ്ങളോടെയാണ് ആശുപത്രിയിലോട്ട് എത്തിക്കുന്നത്. അതിനേക്കാളും കൂടുതൽ കഴിച്ചിരുന്നത് ആൻമേരിയായിരുന്നു. ആൻമേരി മരിക്കുകയും ചെയ്തു. ഇനി ബെസ്സിക്ക് ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അങ്ങനെ ഉള്ളത് കൊണ്ട് ഈ അച്ഛനെയും മകളെയും വകവരുത്താൻ ശ്രമിച്ചതാണോ? പക്ഷേ പിന്നീട് പോലീസിന് മനസ്സിലായി ബെസ്സിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാകാതിരുന്നത് അവർ ഒരു ഷുഗർ പേഷ്യന്റ് ആയിരുന്നത് കൊണ്ട് ഒരു സ്പൂണൊക്കെ ഐസ്ക്രീമേ അവര് കഴിച്ചിരുന്നുള്ളൂ. അതുകൊണ്ടാണ് അവരെ വിഷം അധികം ബാധിക്കാത്തത്. പിന്നെയുള്ളത് ആൽബിനാണ്. ആൽബിന്റെ ശരീരത്തിൽ നിന്നും വിഷം ചെന്നതായിട്ട് ഡോക്ടർമാര് പറഞ്ഞിരുന്നില്ല. പിന്നെ ബെന്നി, അയാൾ എന്തേലും കുടുംബ പ്രശ്നത്തെ തുടർന്ന് എല്ലാവരും വിഷം കൊടുത്തു കൊന്ന് സ്വയം ചാകാൻ തീരുമാനിച്ച് ചെയ്തതാണോ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും നാട്ടുകാരിലും പോലീസിലും ഉണ്ടായി. എല്ലാത്തിനും മറുപടിയും ഉത്തരവും ഒക്കെ കിട്ടുകയാണ്. മറ്റാരുമല്ല കുടുംബത്തിലുള്ളവരെ ഒറ്റയിടയ്ക്ക് ഐസ്ക്രീമിൽ വിഷം ചേർത്ത് കൊല്ലാൻ ശ്രമിച്ചത്, അത് ആൽബിനായിരുന്നു എന്നത് എല്ലാവരും ഞെട്ടിപ്പോയി. പക്ഷെ പോലീസിന് ഇവന് ആദ്യമേ ചെറിയ സംശയം ഉണ്ടായിരുന്നു. കാരണം ഒരു കുഞ്ഞു പെങ്ങള് മരിച്ചിട്ട് ഇവനൊന്നും കരയുക പോലും ചെയ്യുന്നില്ല. ഇവന്റെ മുഖത്താണെങ്കിൽ ഒരു ഭാവഭേദവും ഉണ്ടായിരുന്നുമില്ല. അപ്പോഴേ പോലീസ് ഇതിനെ നോട്ട് ചെയ്ത് വച്ചിരുന്നു. പിന്നെ ഇവന്റെ ശരീരത്തില് വിഷം ചെന്നിട്ടില്ല എന്നുള്ളത് ഡോക്ടർമാര് പറഞ്ഞതും കൂടെ ആയപ്പോൾ ആകെ സംശയമൊന്നും മുറുകി. അതായത് ഇവൻ വിഷം ചേർന്ന ഐസ്ക്രീം കഴിച്ചിട്ടില്ല. അടുത്തുള്ള കടകളിലൊക്കെ ആരെങ്കിലും അടുത്തിടെ എലിവിഷമൊക്കെ വാങ്ങിയിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു. അപ്പോഴാണ് അടുത്ത ഒരു കടയിൽ നിന്നും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആൽബിൻ എലിവിഷം വാങ്ങിയതായിട്ട് കടക്കാരൻ പോലീസിനോട് പറയുന്നത്. പറമ്പ് മുഴുവൻ എലി ആയതുകൊണ്ട് എലിവിഷം വേണമെന്ന് പറഞ്ഞാണ് ഇവൻ അവിടുന്ന് വിഷം വാങ്ങിക്കൊണ്ട് പോയത്. അതോടെ ഉറപ്പായി ഇവന്റെ പങ്ക്. ഇനി ഇവൻ എന്തിനാണ് ഈ കൊല ചെയ്തു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കാമുകി പണക്കാരനാണെന്ന് അച്ഛനെ ബോധ്യപ്പെടുത്താൻ പറഞ്ഞ ഡയലോഗ്. അവിടെ നിന്നുമാണ് ഇതിന്റെയൊക്കെ തുടക്കം. പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ ശ്രമിച്ചതെല്ലാം പരാജയപ്പെട്ട ആൽബിന്റെ തലയില് പെട്ടെന്ന് മിന്നല് പോലെ ഒരു ചിന്ത കടന്നുകൂടുകയാണ്. പണം ഉണ്ടാക്കാൻ ഞാനെന്തിനിങ്ങനെ അലയണം? ഒന്നും വേണ്ട, മുന്നിൽ തന്നെ അതിനുള്ള വഴി കിടക്കുകയല്ലേ. അപ്പന്റെ 5 ഏക്കറും പന്നി ഫാമും. ബിബിൻ എന്തായാലും അച്ഛൻ വട്ടത്തിന് പോയി. അവനെ കൊണ്ട് ഇനി ഒരു ശല്യവും ഉണ്ടാവില്ല. പിന്നെയുള്ളത് അപ്പനും അമ്മയും ആൺമരിയാണ്. ഇവരുടെ ശല്യം കൂടെ തീർത്തു കഴിഞ്ഞാല് ഇതെല്ലാം എനിക്ക് കിട്ടും. പണക്കാരനാവുകയും ചെയ്യാം, കാമുകയും സ്വന്തമാക്കാം. ഈ ചിന്തയോടെ ഗൂഗിളില് സെർച്ച് ചെയ്ത് ഇവൻ കണ്ട വഴിയാണ് കിണത്തില് എലിവിഷം കൊടുത്ത് കൊല്ലുന്നത്. ആദ്യം വീട്ടില് ബെസ്സി വെച്ച ചിക്കൻ കറിയില് ഒരാഴ്ച മുമ്പ് ആരും അറിയാതെ ഇവൻ എലിവിഷം കലർത്തിയിരുന്നു. അരുചി കാരണം ആരും ഇത് കഴിച്ചില്ല. വീണ്ടും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് തുടങ്ങി. അപ്പോഴാണ് അറിയുന്നത് ഐസ്ക്രീം ബെസ്റ്റ് ഓപ്ഷൻ ആണെന്ന്.
അധികം അരുചി തോന്നത്തുമില്ല. ഓ, ഉടനെ അത് തന്നെ അങ്ങ് പ്രയോഗിച്ചു. ആദ്യം ഇവൻ പാവ കൊച്ചു പെൺകുട്ടിക്ക് തന്നെ കൊടുത്തു. ചെറിയ ടേസ്റ്റ് വ്യത്യാസമൊക്കെ തോന്നിയെങ്കിലും ഐസ്ക്രീം അല്ലേ, അതും ചേട്ടൻ ഉണ്ടാക്കി തന്നത്. ആ പാവം വീണ്ടും വീണ്ടും കഴിച്ചു. രാത്രിയില് അശ്ലീല വീഡിയോ കാണുന്ന പരിപാടിയൊക്കെ ഇവനുണ്ടായിരുന്നു. ഇത് ആൻമരിയെ പൊക്കിയിട്ടുമുണ്ട്. അപ്പോഴൊക്കെ ആ കുട്ടി അപ്പനോട് പറയുമെന്ന് ഇവനെ പേടിപ്പിച്ചിരുന്നു. ആ ഒരു പക ഇവൻ ആ കൊച്ചിനോട് നേരത്തെ ഉണ്ടായിരുന്നു. പിന്നെ ബെന്നിയുടെ ശകാരം കേട്ട് ഓൾറെഡി മടുത്തിരിക്കുകയായിരുന്നു. ഇപ്പൊ ഈ ഒരു ചിന്തയും കൂടെ വന്നപ്പോ തീർത്ത് കളയാമെന്ന് ഇവ അങ്ങ് ഉറപ്പിച്ചു. ഗുരുതരാവസ്ഥയിൽ പോയ ബെന്നി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ബെസ്സിയും സുഖം പ്രാപിച്ചു. പക്ഷെ പൊലിഞ്ഞു പോയത് ആ 16 വയസ്സുള്ള കുഞ്ഞു മോളുടെ ജീവനായിപ്പോയി. പണത്തിന് വേണ്ടിയിട്ടും കാമുകിക്ക് വേണ്ടിയിട്ടും ഇവൻ എങ്ങനെ സ്നേഹത്തോടെ ആ വിഷം വിളമ്പി എന്നാണ് മനസ്സിലാവാത്തത്. പിറ്റേ ദിവസം കൂടി ആ ഐസ്ക്രീം സ്വന്തം അനിയത്തിക്ക് ഇവൻ കൈവിറയ്ക്കാതെ ഇവൻ കൊടുത്തു എന്നതാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലറുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.